നിയമസഭാ തെരഞ്ഞെടുപ്പിന് CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങളൊരു കൊലക്കേസിലെ പ്രതിയെങ്കിലും ആയിരിക്കണം. മിനിമം 2 വർഗീയ കലാപമെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. രക്തസാക്ഷി ഫണ്ട് മുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടാനുള്ള തൊലിക്കടി പ്രത്യേകിച്ചുണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമതായി ഫസൽ വധക്കേസിലെ പ്രതി കാരായി രാജനാണ് തലശ്ശേരിയിലെ CPIയുടെ സ്ഥാനാർത്ഥി. കൊലപാതകം മാത്രമല്ല പ്രശ്നം, രാഷ്ട്രീയ കൊലപാതകം മാത്രമല്ല, അതുവഴി വർഗീയ കലാപത്തിന് ശ്രമിച്ചു എന്നാണ് CBI കേസ്. അങ്ങനെ ഒരാളെ അതിന്റെ ആസൂത്രകനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് മെസ്സേജാണ് CPM കൊടുക്കുന്നത്? പുള്ളി യോഗ്യനാണ്. 15 കോടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പ്രവാസിയായ മലയാളി വ്യവസായിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് PK ശ്യാമള. പുള്ളിക്കാരിയും യോഗ്യതയുള്ള സ്ത്രീയാണ്. രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ് TI മധുസൂദനൻ. പുള്ളിയാണ് CPIന്റെ മറ്റൊരു സ്ഥാനാർത്ഥി. പുള്ളി എന്തുകൊണ്ട് യോഗ്യനാണ്? അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് പാഴാക്കാതെ ഇതുപോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക.